പ്രതീക്ഷിച്ച പോളിംഗ് നടന്നില്ലെങ്കിലും വിജയപ്രതീക്ഷയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികളും. ബൂത്ത് തല കണക്കുകളുടെ അവലോകനം ഇന്ന് നടക്കും. സരീഷ് പി കെ ചേരുന്നു. സരീഷ്, അന്തിമ പോളിംഗ് ശതമാനം ഇപ്പോൾ എത്രയാണ്? എന്താണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ? നിലവിൽ 70.51% പോളിംഗ് ആണ് രാത്രി വരെ രേഖപ്പെടുത്തിയത്. ഔദ്യോഗികമായി ഇന്ന് അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. 2 തരത്തിലാണ് മുന്നണികൾ കണക്ക് കൂട്ടുന്നത്. അതായത് UDF-ഉം NDA-യും ഒരേപോലെ വിജയപ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാകും എന്നായിരുന്നു UDF ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായിട്ടും കഴിഞ്ഞ തവണ 75.83% നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ പോളിംഗ്. അന്ന് 3000-ൽ ഏറെ വോട്ടുകൾക്ക് മാത്രം ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായത്. അപ്പോൾ അതിലേറെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പ് വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, ഉപതെരഞ്ഞെടുപ്പിനോട് എപ്പോഴും മുഖം ധരിക്കുന്ന ഒരു സമീപനം കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ ഉണ്ട്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും ആ വിജയപ്രതീക്ഷയിൽ ഒരു കുറവും 2 മുന്നണികളും, പ്രത്യേകിച്ച് NDA-യും UDF-ഉം പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതീക്ഷ തന്നെ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൽ UDF പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ എന്നുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സമാനമായി വലിയ രീതിയിൽ വോട്ട് വിഹിതം കുറഞ്ഞിരുന്നു. 70% മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട വോട്ട്. ആ പോൾ ചെയ്യപ്പെട്ട വോട്ടിൽ അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭയിൽ, അതായത് ഇപ്പോഴെന്താണോ റിസൾട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നത്, സമാനമായ രീതിയായിരുന്നു. പാലക്കാട് നഗരസഭയിൽ 70%, പിരായിരിയിൽ 70.20, മാത്തൂരിൽ 69.12, കണ്ണാടിയിൽ 69.63. ഇതായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന കണക്ക്. അതുകൊണ്ട് തന്നെ അന്ന് നഗരസഭയിൽ ചെറിയ വോട്ടുകൾക്ക് പിന്നിൽ പോയെങ്കിലും മറ്റ് പഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞിട്ടും, അതായത് പോളിംഗ് കുറഞ്ഞിട്ടും വലിയ ലീഡ് ഉണ്ടാക്കിയെടുക്കാൻ VK ശ്രീകണ്ഠന് സാധിച്ചിട്ടുണ്ട്, UDF-ന് സാധിച്ചിട്ടുണ്ട്. സമാനമായൊരു സാഹചര്യം തന്നെ ഇത്തവണ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് UDF വെച്ച് പുലർത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി വന്ന കണക്ക് പ്രകാരമാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ ഇത്തവണ 70.77%, പിരായിരി പഞ്ചായത്തിൽ 70.10%, മാത്തൂരിൽ 70.16%, കണ്ണാടിയിൽ 70.34%. അങ്ങനെ 70% തന്നെ നിൽക്കുകയാണ് വോട്ടുകൾ. അപ്പോൾ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സമാനമായൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയപ്രതീക്ഷയായി പങ്കുവച്ചതും. ഇന്ന് അല്പസമയത്തിനകം തന്നെ VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷേ ഈ കണക്കുകൾ തന്നെ നിരത്തുക എന്നൊരു ഉദ്ദേശമായിരിക്കും. അതോടൊപ്പം തന്നെ അവർ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, LDF-ന് കണ്ണാടി പഞ്ചായത്തിൽ ഉൾപ്പെടെ വോട്ടിൽ വലിയ കുറവുണ്ടാവുന്നുണ്ട്. കാരണം അവർ അസംതൃപ്തരായിരുന്നു. സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം ചിലർ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണാടി പഞ്ചായത്തിൽ നിന്നും UDF-ലേക്ക് വോട്ട് എത്തിയിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ നഗരസഭയിലെ ചില ബൂത്തുകളിൽ, പ്രത്യേകിച്ച് നഗരസഭ എന്ന് പറയുന്നത് BJP-ക്ക് കൂടുതലായി വോട്ടുള്ള മേഖലയാണ്. അപ്പോൾ അത്തരം മേഖലയിൽ പലപ്പോഴും പല സ്ഥലത്തും കൃത്യമായി പോൾ ചെയ്യിക്കാൻ BJP വോട്ട് പോലും പോൾ ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. ആ കാര്യങ്ങളും തങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ നഗരസഭയിലെ ബൂത്ത് നമ്പർ 76-ൽ ആകെ 1330 വോട്ടുകളാണ് ഉള്ളത്. അതിൽ 829 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ബൂത്തുകളിലും സമാനമായൊരു സാഹചര്യമുണ്ട്. അതൊക്കെ BJP ശക്തി കേന്ദ്രങ്ങളാണ്. അത്തരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചെയ്യപ്പെടാത്തത് കോൺഗ്രസിന് ഗുണകരമാകും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്. അതേസമയം NDA പറയുന്നത് കഴിഞ്ഞ തവണ വലിയ ലീഡിലേക്ക് പോയ അല്ലെങ്കിൽ UDF ക്യാമ്പിനെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച
ബൂത്തുകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ട്. സമാനമായി നോക്കിയാൽ 2021 എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇത്തവണ ആവർത്തിക്കും. അതിൽ ഈ വോട്ട് വിഹിതം കുറഞ്ഞത് പിരായിരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വോട്ട് വിഹിതം കുറഞ്ഞത് കൃത്യമായി NDA ക്യാമ്പിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് സി കൃഷ്ണകുമാർ ഉൾപ്പെടെ പറഞ്ഞു വയ്ക്കുന്നത്. അവർ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? നഗരസഭയിൽ തങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ അതിന് കൃത്യമായി പറയുന്നത് ഈ ഈ മൂത്താന്തറ, അതോടൊപ്പം തന്നെ കറുകോടി, കോഴിപ്പറമ്പ്, വടക്കന്തറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ 80% ഓരോ ബൂത്തിലെയും പോളിംഗ്. അപ്പോൾ അതെല്ലാം തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായി പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ വോട്ട് എണ്ണുമ്പോൾ തന്നെ വലിയൊരു ലീഡിലേക്ക് കാര്യങ്ങൾ എത്തും. അതോടൊപ്പം തന്നെ പിരായിരി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും വലിയ രീതിയിൽ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കോൺഗ്രസ് വോട്ട് പോലും കോൺഗ്രസിന് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. പല കോൺഗ്രസ് പ്രവർത്തകരും BJPക്ക് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അവിടെ AI ഗ്രൂപ്പ് തർക്കമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്നാണ് അഭിപ്രായ ഭിന്നതകളും അതോടൊപ്പം ഈ സ്ഥാനാർത്ഥിക്കെതിരെയും ഒക്കെ ആളുകൾ രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ മാത്തൂരിൽ നിന്നും പിരായിരിയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ BJPയിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നു. അങ്ങനെ കൃത്യമായ ഒരു കണക്ക് വരുന്നതിന് മുൻപ് തന്നെ നിലവിൽ ലഭിച്ച ഒരു കണക്കനുസരിച്ച് NDAയും UDFും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് വലിയൊരു മാറ്റം ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ്. നഗരസഭയിൽ നിന്ന് പോലും വലിയ രീതിയിൽ കണ്ണാടി പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാകും. കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ അതിനേക്കാൾ 20% കൂടുതൽ വോട്ടുകൾ കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് മാത്രം ലഭിക്കും. സമാനമായൊരു സാഹചര്യം മാത്തൂരിലും ഉണ്ടാകും എന്നുള്ളതാണ്. പിരായിയിൽ അത്രത്തോളം ശക്തി LDFിനില്ല. പക്ഷേ കണ്ണാടിയിലും മാത്തൂരിലും കൃത്യമായി വോട്ട് പിടിക്കാൻ LDFിന് സാധിക്കും എന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ നഗരസഭ അല്ലെങ്കിൽ നഗരം കേന്ദ്രീകരിച്ച് അവിടെ വലിയ രീതിയിൽ വോട്ട് ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. LDFിനും UDFിനും NDAയ്ക്കും UDFിനും ഇനി വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് പലരും തീരുമാനിച്ചിട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം തന്നെ LDFിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ നഗരസഭ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നഗരം കേന്ദ്രീകരിച്ച് നിഷ്പക്ഷ വോട്ടുകൾ ഏറെയുണ്ട്. അവരെല്ലാം തന്നെ ഈ സിവിൽ സർവീസ് വേണ്ട എന്ന് വെച്ച് ജനക്ഷേമത്തിലേക്ക് ഇറങ്ങിയ സരിനോടൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് LDF പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മാത്തൂരിലെയും കണ്ണാടിയിലെയും നഗരസഭയിലെയും വോട്ടുകൾ കൂട്ടിച്ചേർത്താൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇപ്പോഴും കണക്കുകൾ പറഞ്ഞു തന്നെയാണ് കളി നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൃത്യമായൊരു വ്യക്തത ഈ ചിത്രത്തിൽ വരും. പക്ഷേ അപ്പോഴും ഈ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം, അതായത് 3 ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ 24 മണി അല്ലെങ്കിൽ 48 മണിക്കൂറിനപ്പുറത്തേക്ക് ഏതാണ്ട് ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു 9 മണി കഴിയുമ്പോഴേക്കും കൃത്യമായൊരു വ്യക്തത, ശനിയാഴ്ച രാവിലെ ഒരു 9 മണി കഴിയുമ്പോഴേക്കും കൃത്യമായൊരു വ്യക്തത ഇക്കാര്യത്തിലൊക്കെ വരും. അതുവരെ വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത്. അവരെല്ലാം ഇന്ന് രാവിലെ പോലും കൃത്യമായി കണക്ക് പറഞ്ഞ് തങ്ങൾക്ക് അനുകൂലമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 3 കണക്കുകളുടെ മേൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് മുന്നണികൾ. അപ്പോഴും നമുക്ക് ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളെയും പോളിംഗിന് ശേഷം കാണാൻ സാധിച്ചിട്ടുണ്ടോ സരീഷിന്? അവരുടെ ഒരു ശരീരഭാഷയൊക്കെ എങ്ങനെയാണ്? അവരുടെ ആത്മവിശ്വാസം എങ്ങനെയാണ്? അതിനൊപ്പം ഈ 3 സ്ഥാനാർത്ഥികളും ഇന്ന് അവിടെ തന്നെ ഉണ്ടോ? അവരുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് സരീഷ്? നിലവിൽ 3 സ്ഥാനാർത്ഥികളും ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ടിരുന്നു. 3 സ്ഥാനാർത്ഥികളും കൃത്യമായി ഈ കണക്കുകൾക്കപ്പുറത്തേക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി ഈ 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ചാണ്. NDAയുടെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികൾ 6 മണി പോളിംഗ് അവസാനിച്ചിട്ടില്ല. 7 മണി 7:30 വരെയൊക്കെ പോളിംഗ് പോയിട്ടുണ്ടെങ്കിൽ പോലും 6 മണിക്ക് ശേഷം തന്നെ അവർ കൃത്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ കണക്കുകൾ എന്താണ്, ഏതൊക്കെ മേഖലകളിൽ അവർക്ക് വോട്ട് കൂടുതലായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. രാവിലെ സ്ഥാനാർത്ഥികളൊക്കെ അമ്പല ദർശനങ്ങളിലാണ്. BJP NDA സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയും ഇതിനോടകം തന്നെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച്, കാരണം ബൂത്ത് ഏജൻറ്റുമാരും അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള കണക്കുകളൊക്കെ ക്രോഡീകരിച്ച് കൃത്യമായൊരു കണക്കിലേക്ക് പോകേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ ഇന്നലെ രാത്രി ലഭിച്ച ഏകദേശ കണക്കുകൾ മാത്രമാണ്. അപ്പോൾ എത്രയൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ബൂത്തുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ, എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ
കാര്യങ്ങളൊക്കെ ഇന്നാണ് അവലോകനം ചെയ്യുക. അല്പസമയത്തിനകം തന്നെ 3 സ്ഥാനാർത്ഥികളും ഈ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ നിന്നും മാധ്യമങ്ങളെ കാണും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചാണെങ്കിൽ കൃത്യമായൊരു കണക്ക് എന്താണ് യാഥാർത്ഥ്യം എന്ന് കൃത്യമായി അല്പസമയത്തിനകം തന്നെ അവർക്ക് ലഭിക്കും. എന്തായാലും 3 സ്ഥാനാർത്ഥികളും ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തകരെ കാണുക, ഒപ്പം തന്നെ ബൂത്ത് ഏജന്റുമാരെ കാണുക എന്നൊരു രീതിയിലേക്കാണ്. ഒപ്പം മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ഇവിടെ അല്ലെങ്കിൽ രീതിയാണ് അവലംബിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളും ഇവിടെ തുടരും എന്നുള്ളതാണ്. വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രനും മാധ്യമങ്ങളെ കാണും. പക്ഷേ എവിടെ വെച്ചാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കെ സുരേന്ദ്രനും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്നലെ പോളിംഗ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും എല്ലാം ഇന്ന് ജില്ലയിലുണ്ട്. അപ്പോൾ അവരും മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ ആത്മവിശ്വാസം പങ്കുവയ്ക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണക്കിൽ ഒരു വ്യക്തത വരുന്നതിന് മുൻപ് തന്നെ എല്ലാവരും കണക്കുകൾ പറഞ്ഞ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഇനി കണക്കുകൾ കൂട്ടിക്കിഴിക്കുന്നതിനുള്ള സമയമാണ്. അതിനെ മുൻനിർത്തിയുള്ള ആത്മവിശ്വാസ പ്രകടനങ്ങളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. പാലക്കാട് പോളിംഗ് കഴിഞ്ഞെങ്കിലും അവിടെ ഉയർന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ അത് വളരെ പെട്ടെന്നൊന്നും കെട്ടടങ്ങുന്നതല്ല. പരസ്യ വിവാദമടക്കം വലിയ വിവാദങ്ങൾ അവിടെ പുകയുന്നുണ്ട്. അതിന്മേലുള്ള പ്രതികരണങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണേണ്ടി വരും. സരീഷ് PK ആണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.